നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ജൂലൈ 19 വെള്ളി, കർക്കിടകം 4. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും എന്നതാണ് മുന്നറിയിപ്പ്. അടുത്ത 4 ദിവസം കൂടി വലിയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്, എവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ തന്നെ വിവിധ ജില്ലകളിൽ അവധിയുണ്ട്. കണ്ണൂരും വയനാട്ടും പാലക്കാടും 3 ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാസർഗോഡും കോഴിക്കോടും സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറത്ത്, അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലും അതുപോലെ തന്നെ ഇടുക്കിയിലും ചില താലൂക്കുകളിലും പഞ്ചായത്തിലും മാത്രമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ദേവികുളം താലൂക്കിലും ഒപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിലുമാണ് ഇടുക്കിയിൽ അവധിയുള്ളത്. രാത്രിയിലെ വാർത്തയിലേക്ക് വന്നാൽ, വയനാട്ടിൽ മുത്തങ്ങയിൽ കുടുങ്ങിയ യാത്രക്കാരെ, വനമേഖലയിൽ കുടുങ്ങിയ, ദേശീയപാതയിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കൂ എന്ന ആശ്വാസകരമായ വാർത്ത കൂടി പുലർച്ചെ വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് കക്കയം ഡാം തുറക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും മഴയാണ്. കൂടുതൽ ജാഗ്രതയോടുകൂടി വീടിന് പുറത്തായാലും അകത്തായാലും ജാഗ്രതയോടെ ഇരിക്കുക എന്ന നിർദ്ദേശമാണ്. ആ ജാഗ്രത പുലർത്തുക. ഏതായാലും 100 ന്യൂസിലേക്ക് കടക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറം, അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും ഇന്ന് അവധി. വയനാട് മുത്തങ്ങ വനമേഖലയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. 500ഓളം പേർ കുടുങ്ങിയത് ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻ ജോയി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ UDF ഇന്ന് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കും. രാവിലെ 8 മണി മുതലാണ് ഉപരോധം. ഉച്ചയ്ക്ക് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ വിമർശനം ഘടിപ്പിക്കാൻ പ്രതിപക്ഷ കൗൺസിലർമാരുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശൂരിൽ. രാവിലെ 11 മണിക്ക് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. തൃശൂരിലെ വിജയവും വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ രേഖകൾ തയ്യാറാക്കാനുള്ള CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 21, 22 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA യുടെ റിവിഷൻ ഹർജിയിൽ ഇന്നും ഹൈക്കോടതിയിൽ വാദം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിവേചനം കാണിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ MLA ഇന്നു മുതൽ കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തും. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മലപ്പുറത്ത് മാത്രം ഏതാനും ബാച്ചുകൾ അനുവദിച്ച് തടി തപ്പാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് ഡോക്ടർ MK മുനീർ. ജമ്മുകശ്മീരിലെ ദോഡയിലും കുപ്വാരയിലും തെരച്ചിൽ ശക്തമാക്കി സൈന്യം. ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. പൂഞ്ചിലെ ഹോസ്പിറ്റൽ ഓഫീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഗ്രനേഡ് കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ഗോണ്ട ട്രെയിൻ അപകടത്തിൽ അട്ടിമറി ഉണ്ടായെന്ന റിപ്പോർട്ട് തള്ളി UP പോലീസ്. ട്രെയിൻ പാളം തെറ്റുന്നതിന് മുൻപ് പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലെന്ന് DGP പ്രശാന്ത് കുമാർ. അപകടത്തിന് മുൻപ് പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കണക്റ്റിന്റെയും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന പദ്ധതിയിലൂടെ കണ്ണൂരിൽ നിർധന കുടുംബത്തിന്റെ വീടൊരുങ്ങുന്നു. ഫ്ലവേഴ്സ് ഹോം പ്രൊജക്ട് വഴി കണ്ണൂരിൽ നിർമ്മിക്കുന്ന ആദ്യ വീടിന്റെ തറക്കല്ലിടിയിൽ ചെറുപുഴയിൽ നടന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊല്ലത്ത് സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചു. ചവറ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. തിരുവനന്തപുരം കാട്ടാക്കടയിൽ തോടുകൾ കേന്ദ്രീകരിച്ച് മാലിന്യം തള്ളുന്നത് വ്യാപകമായതോടെ നടപടിയെടുക്കാൻ കർശന നിർദ്ദേശവുമായി IB സതീഷ് MLA. മാലിന്യം തള്ളിയ സ്ഥലങ്ങളിൽ MLAയും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി.
കേന്ദ്ര സാഹിത്യഭാഷാ സമ്മാന അവാർഡ് ജേതാവായ ഡോക്ടർ കെ.ജി. പൗലോസിനെ ആദരിച്ച് എറണാകുളം തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.ആർ. പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കുന്നത്തുനാട് എം.എൽ.എ. പി.വി. ശ്രീനിജിൻ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കരവാളൂർ വാഴവിള സ്വദേശി സാജൻ ജോർജിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്തു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, മന്ത്രി ജെ. ചിഞ്ചുറാണി എന്നിവർ വീട്ടിലെത്തി 16 ലക്ഷം രൂപയാണ് കൈമാറിയത്. കോഴിക്കോട് കൊടശ്ശേരിയിൽ റോഡരികിലെ വൻമരം കടപുഴകി വീണ അപകടം. കൊയിലാണ്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റി. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. 70ഓളം വീടുകളിൽ വെള്ളം കയറി. ഇടുക്കി ജില്ലയിലെ മുട്ടുകാട്, രാജകുമാരി, ശാന്തൻപാറ, രാജാക്കാട് മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചശല്യം രൂക്ഷമായി. ഒച്ചശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ. വയനാട് തൃശ്ശിലേരി മുത്തുമാരിയിൽ നിർത്തിയിട്ട വാഹനത്തിന് നേരെ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർക്ക് നേരെയും ആന പാഞ്ഞെടുത്തു. സ്ഥലത്തെത്തിയ വനപാലകരെ തടഞ്ഞ് പ്രദേശവാസികൾ. മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിന് സമീപം വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി പെരിയാർവാലി പുത്തൻപുര ഭാസ്കരന്റെ ഭാര്യ കമലാക്ഷിയാണ് മരിച്ചത്. ഈ മാസം 4 മുതൽ കമലാക്ഷിയെ കാണാനില്ലെന്ന് മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പത്തനംതിട്ട എലിയറക്കൽ ജംഗ്ഷനിൽ സീബ്ര ലൈൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. സംസ്ഥാന പാതയുടെ വികസനം പൂർത്തിയായിട്ടും ഡിവൈഡറോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിച്ചില്ലെന്ന് പരാതി. ഇടുക്കി വണ്ണപ്പുറം ടൗണിലെ ഹൈമാസ്റ്റ് വിളക്ക് പ്രവർത്തനരഹിതമായിട്ട് 1 മാസം. ടൗണിലെ രാത്രിയാത്ര ദുരിതപൂർണം. ഹൈമാസ്റ്റ് വിളക്ക് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി വേണമെന്ന് നാട്ടുകാർ. പി.കെ. സുധീർ രചിച്ച് റെസ്പോൺസ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന അഷ്ടമുടിയുടെ ഇഷ്ടക്കാർ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പുസ്തകം മന്ത്രി ജെ. ചിഞ്ചുറാണിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃശൂർ അരിമ്പൂർ കരുവാൻ വളവിലെ 113 നമ്പർ അങ്കണവാടിക്ക് സമീപം വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സേവന പ്രവർത്തനം. പത്തനംതിട്ട മരുതേൻപടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരിയിലെ തൂണുകളുടെ സിമന്റ് ഇളകി മാറി. ഉള്ളിലെ ഇരുമ്പ് കമ്പികൾ ദ്രവിച്ച നിലയിൽ. അടിയന്തരമായി ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും പാലം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. മാന്നാർ ചെന്നിത്തലയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളായ ദമ്പതികൾ അറസ്റ്റിൽ. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം ചടയമംഗലത്ത് 2 കിലോ കഞ്ചാവ് പിടികൂടി. 2 യുവാക്കൾ അറസ്റ്റിൽ. പ്രതികൾ പിടിയിലായത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം സംസ്കരിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും റെയിൽവേക്ക് കുലുക്കമില്ലെന്ന് പരാതി. കന്യാകുമാരിക്കും കളിയിക്കാവിളയ്ക്കുമിടയിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ വാഹനയാത്രികരെ വലയ്ക്കുന്നതായി പരാതി. ശുചീന്ദ്രം, നാഗർകോവിൽ, ചുങ്കാൻകട, വില്ലുക്കുറി, തക്കലെ, മാർത്താണ്ഡം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവെന്ന് നാട്ടുകാർ. എറണാകുളം ഇരുമ്പനം സീപോർട്ട് എയർപോർട്ട് റോഡ് പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷന് സമീപം വെള്ളക്കെട്ട് രൂക്ഷം. റോഡിന്റെ വശങ്ങളിൽ കട്ടവിരിക്കൽ ജോലികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമില്ലെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത് നടയറയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശവാസികൾ ദുരിതത്തിൽ. ഉടൻ നടപടി വേണമെന്ന ആവശ്യം. ശക്തമായ മഴയിലും കാറ്റിലും കൊല്ലം കുന്നത്തൂർ താലൂക്കിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 100ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ മിക്ക മേഖലകളും ഇരുട്ടിലായി. തിരുവനന്തപുരം കല്ലമ്പലത്ത് തിരക്കേറിയ റോഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. ഒഴിഞ്ഞ സ്ഥലത്തോ മറ്റോ മാറ്റിയിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തുകൾക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. പേവിഷബാധ മുക്തമാക്കൽ പദ്ധതിക്ക് തിരുവനന്തപുരം കരകുളത്ത് തുടക്കം. കരകുളം പഞ്ചായത്ത്, കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
നായയുടെ സ്വഭാവ രീതികൾ, നായയുടെ കടിയേൽക്കാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ, കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്നിവയാണ് ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ മനക്കപ്പാടം പരിസരത്ത് വെള്ളക്കെട്ട് പതിവായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. വെള്ളം കെട്ടിക്കിടന്ന കൊതുക് ശല്യം രൂക്ഷമായെന്ന പരാതി. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ബദൽ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ഇനി പ്രധാന അറിയിപ്പുകൾ. ഓഗസ്റ്റ് 10 നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി നാളെ. രജിസ്ട്രേഷൻ ഫോം ആലപ്പുഴ റവന്യൂ ഡിവിഷൻ ഓഫീസിൽ ലഭ്യമാണ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 26-ന് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ 1 വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. കേരള സർവകലാശാല MBA കോഴ്സിലേക്ക് 2ാം ഘട്ട പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഏകജാലകം വഴി മെറിറ്റിൽ +1 പ്രവേശനം നേടിയവർക്ക് സ്കൂളും വിഷയവും മാറാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 വരെ അപേക്ഷ സമർപ്പിക്കാം. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. അരിക്കുളം, മേപ്പയൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള മലപ്പുറം ജില്ലാ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് സംഘടിപ്പിക്കും. ഈ മാസം 21-ന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിലാണ് സെലക്ഷൻ ട്രയൽ. ഇടുക്കി നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇന്നും നാളെയുമാണ് അഡ്മിഷൻ. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ PG ഡിഗ്രി, PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശന തീയതി നീട്ടി. ഈ മാസം 30 വരെയാണ് തീയതി നീട്ടിയത്. നാട്യശാസ്ത്ര അഭിനയ കളരിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഓഗസ്റ്റ് 3, 4 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാട് ലളിതാംബിക നാട്യസഭാ ഹാളിൽ വെച്ചാണ് 2 ദിവസത്തെ പരിശീലന കളരി. ഇനി ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച റെയിൽവേ 10 ലക്ഷം രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 22-ന് മുൻപ് ചുമതല ഏറ്റെടുക്കുമെന്ന് സൂചന. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് PN പ്രകാശ് ദേശീയ അന്വേഷണ ഏജൻസി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സുപ്രീംകോടതിയിലുള്ള 5 കേസുകളിലേക്കാണ് നിയമനം. നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തമിഴ്നാട് ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിൽ ബോട്ടിംഗ് നിരോധിച്ചു. 35,000 ക്യൂസെക്സ് ആയാണ് നീരൊഴുക്ക് വർദ്ധിച്ചത്. ചെന്നൈ നഗരത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കോർപ്പറേഷൻ. അണ്ണാനഗർ ടവർ പാർക്കിന് സമീപത്തെ കടകളാണ് ഒഴിപ്പിച്ചത്. നടപ്പാതകളും മറ്റിടങ്ങളും കയ്യേറിയുള്ള കച്ചവടം പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ. സ്കൂളിൽ പഠനം നിർത്തിപ്പോകുന്ന ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളുടെ കണക്കെടുക്കാൻ തമിഴ്നാട് സർക്കാർ. ട്രൈബൽ വെൽഫെയർ ബോർഡാണ് കണക്കെടുക്കുക. ട്രൈബൽ വെൽഫെയർ സ്കൂളുകളിൽ പഠനം നിർത്തിയവരുടെയും 10-12 ക്ലാസുകളിൽ പരാജയപ്പെട്ടവരുടെയും വിവരങ്ങളാണ് ശേഖരിക്കുക. തമിഴ്നാട്ടിലെ ഗ്രാമമേഖലയിലെ തൊഴിലാളികളുടെ വേതന വർധന ആവശ്യപ്പെട്ട് റൂറൽ ഡെവലപ്മെന്റ് ലേബർ യൂണിയൻ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്തി. ശുചീകരണ തൊഴിലാളികൾക്കുൾപ്പെടെ തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നതെന്ന് സമരക്കാർ. CBIയെ വിലക്കി മധ്യപ്രദേശ് സർക്കാരും. CBI അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ രേഖാമൂലമുള്ള സമ്മതം വേണം. ഇതു സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിൽ തെലങ്കാന മാതൃകയെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. 11 ലക്ഷത്തിലധികം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 6,098 കോടി രൂപ ക്രെഡിറ്റ് ചെയ്തെന്നും 1 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ എഴുതിത്തള്ളുമെന്നും മുഖ്യമന്ത്രി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ബംഗ്ലാദേശിൽ സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെയുള്ള പ്രക്ഷോഭം രൂക്ഷമാകുന്നു.
വീടിന് പുറത്തിറങ്ങരുതെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികളടക്കം 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് 3 പേർ കൂടി മരിച്ചു. രാജ്യത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 36 ആയി. കുവൈറ്റിൽ പഴയ നോട്ടുകൾ മാറ്റി പുതിയ കറൻസികൾ വാങ്ങാൻ നിർദ്ദേശവുമായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. 5ാം എഡിഷൻ നോട്ടുകൾ മാറ്റി 6ാം എഡിഷൻ നോട്ടുകൾ സ്വീകരിക്കാം. പാകിസ്ഥാനിൽ പണപ്പെരുപ്പം വർദ്ധിച്ചതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ജനങ്ങൾ. ആയുസ് വർദ്ധിപ്പിക്കാനും വാർദ്ധക്യം തടയാനുമായി വികസിപ്പിച്ച മരുന്നിന്റെ പരീക്ഷണം മൃഗങ്ങളിൽ വിജയിച്ചെന്ന അവകാശവാദം. എലികളിലാണ് പരീക്ഷണം നടത്തിയതെന്ന് ഗവേഷകർ. ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, MRC ലബോറട്ടറി ഓഫ് മെഡിക്കൽ സയൻസസ്, സിംഗപ്പൂരിലെ ഡ്യൂക്ക്, NUS മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പരിഹസിച്ചതിന് മാധ്യമപ്രവർത്തകയ്ക്ക് 5000 യൂറോ പിഴ. മെലോണിയുടെ ഉയരത്തെക്കുറിച്ച് 2021 ഒക്ടോബറിൽ ട്വിറ്ററിൽ പരിഹസിച്ചതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. US ഹാസ്യനടൻ ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴ. മഴക്കെടുതിയിൽ 40 മരണം, 400 വീടുകൾ ഭാഗികമായി തകർന്നു. നങ്കർഹാറിൽ വൈദ്യുതി വിതരണം നിലച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. അസമിൽ 27,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് വരുന്നു. പദ്ധതിക്കായി 170 ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്ത് ടാറ്റ ഗ്രൂപ്പ്. 2025ഓടെ പ്ലാന്റിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ നീക്കം. സാംസങ് ഗാലക്സി M35 ഇന്ത്യയിൽ വിപണിയിലെത്തി. 50 MP പ്രൈമറി സെൻസറും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP മൈക്രോ ക്യാമറയുമാണ് പ്രധാന സവിശേഷത. ചൈനീസ് ബ്രാൻഡായ വിവോയുടെ പുത്തൻ സ്മാർട്ട് ഫോൺ മോഡലുകളായ V40, V40 Pro എന്നിവ ഓഗസ്റ്റ് മാസം ഇന്ത്യൻ വിപണിയിലെത്തുമെന്ന റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് V40 സീരീസ് ആഗോള വിപണിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. കായിക വാർത്തകൾ. വനിതാ ഏഷ്യ കപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം രാത്രി 7-ന് പാകിസ്ഥാനെതിരെ. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന മത്സരത്തിൽ UAE നേപ്പാളിനെ നേരിടും. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യ വിവാഹമോചിതനായി. വേർപിരിയുന്ന വിവരം ഹാർദിക്കും പങ്കാളിയായ നടാഷ സ്റ്റാൻകോവിച്ചും തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. 2020-ലാണ് ഇവർ വിവാഹിതരായത്. ശ്രീലങ്കൻ പര്യടനത്തിലെ ഏകദിന ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം. ഇന്ത്യയുടെ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ഒഴിവാക്കിയത് അനീതിയെന്ന ആരാധകർ. പിയറി ഐമരിക് ഔബമയോദും സൗദിയിലേക്ക്. ഗാബോൺ താരം സൗദി ക്ലബ് അൽ ഖദ്സിയുമായി കരാറിലെത്തി. സ്കോട്ടിഷ് താരം ഗ്രേഗ് സ്റ്റുവർട്ടിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ. 1 വർഷത്തെ കരാറിലാണ് താരത്തെ ടീമിലെത്തിച്ചിരിക്കുന്നത്. മുംബൈ സിറ്റി, ജംഷഡ്പൂർ ടീമുകൾക്കായും സ്റ്റുവർട്ട് കളിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡുമായുള്ള കരാർ പുതുക്കി ലൂക്കാസ് വാസ്ക്വേസ്. 1 സീസണിലേക്ക് കൂടിയാണ് വാസ്ക്വേസ് കരാർ പുതുക്കിയത്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറങ്ങുന്നതെന്ന് PV സിന്ധു. ഇതിനായി തന്റെ 200% നൽകാൻ തയ്യാറെന്ന് 2 ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള PV സിന്ധു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. AB ബിനിലിന്റെ സംവിധാനത്തിൽ ശ്രീനാഥ് ഭാസി മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രം പൊങ്കാലയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ട് ഫഹദ് ഫാസിൽ. ബിബിൻ ജോർജ്, ബാബുരാജ്, ഹരീഷ് ഉത്തമൻ, അലൻസിയർ, റോഷൻ ബഷീർ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുക. ധ്യാൻ ശ്രീനിവാസൻ നായകനായി വിന്റേജ് സംവിധാനം ചെയ്യുന്ന സൂപ്പർ സിന്ദഗി എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. മുകേഷ് പ്രധാന വേഷത്തിലെത്തുന്നു. പാർവതി നായർ, ശ്രീവിദ്യ മുല്ലശ്ശേരി, മാസ്റ്റർ മഹേന്ദ്രൻ, ഋതു മന്ത്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അഭിമന്യു രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകർ നൃത്തം ചെയ്യുന്ന എന്ന പേരിൽ പ്രചരിക്കുന്ന
വീഡിയോ വ്യാജം. 2022-23 വർഷത്തിലെ കോളേജ് മാഗസിൻ പ്രകാശന പരിപാടിയുടെ വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ചൈനയിൽ കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്, വ്യാപക മണ്ണിടിച്ചിൽ, ജാഗ്രതാ നിർദ്ദേശവുമായി ചൈനീസ് ഭരണകൂടം. ബാഗ്ദാദിന് സമീപമുള്ള ഇറാഖ് പോപ്പുലേഷൻ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ വെടിമരുന്ന് ഡിപ്പോയിൽ സ്ഫോടനം. 1 മണിക്കൂറിനിടെയുണ്ടായത് 2 സ്ഫോടനങ്ങൾ. ഇന്തോനേഷ്യയിലെ ബംഗുലു സിറ്റിയിൽ ഭൂചലനം. 5.3 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. പടിഞ്ഞാറൻ കാനഡയിൽ കാട്ടുതീ പടരുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാസേന. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാരീസിൽ കത്തി ആക്രമണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. അക്രമി വെടിയേറ്റ് മരിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. ബൈഡൻ കോവിഡ് മുക്തനായ ശേഷമാകും കൂടിക്കാഴ്ച. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.